ഹരി ഓം. എല്ലാവർക്കും നല്ലൊരു സായങ്കാലം ആശംസിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയിലെയും പോലെ അദ്വൈതാമൃതത്തിന്റെ 22ാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് സാന്ദ്രാനന്ദ സ്വാമികൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഗണയിലുള്ളവർ തന്നെയാണ് പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നത്. ആത്മോപദേശ ശതകം ശ്ലോകങ്ങൾ ചൊല്ലുന്നത് 1 മുതൽ 5 വരെ ഞാനാണ്. പിന്നെ 6 മുതൽ 10 വരെ ഓമന CK ഒക്കെയാണ്. 11 മുതൽ 24 വരെ പങ്കജാക്ഷനാണ്. 25 മുതൽ 30 വരെ രാജലക്ഷ്മി ഒക്കെയാണ്. അതിനുശേഷം ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെ പറ്റി ഓമനക്കുട്ടിയൊക്കെ സംസാരിക്കും. 7:15 വരെ അദ്വൈത തത്വങ്ങളെ പറ്റി രാജമാക്ക സംസാരിക്കും. അതിനുശേഷം ഗോപണ്ണൻ സംസാരിക്കും. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. ആദ്യമായി ദൈവദശകം ചൊല്ലുന്നതിന് വിമലമണിയൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടം തൃക്കുപോലുള്ളം നിന്നിലാ സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതുമൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവന പരായണ ജയിക്കുക. ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. വാഴണം വാഴണം സുഖം. ആത്മോപദേശ ശതകം 1 മുതൽ 5 വരെയുള്ള വരികൾ. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും. കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം. പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൽ. ജലനിധി തന്നിലുയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവുമൊരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താം അറിവിലമർന്നതു മാത്രമായിടേണം. ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയുമുറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുദിക്കയും പിൻ
പൊലികയുമില്ലിതു കണ്ടുപോയിടേണം. ഉണരണം ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം പുണരേണമെന്നിവണ്ണം. അണയുമനേക വികൽപ്പമാകയാൽ ഉണരുവതിലൊരു നിർവികാരരൂപം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണം, അറിവായി ഇതിനിന്നയോഗ്യനെന്നാൽ. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഒളിമുതലാം പഴമഞ്ചുമുണ്ട് നാറും നളികയിലേറി നയേന മാറിയാടും. കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും, വെളിമുരുവേന്തി അകം വിളങ്ങിടേണം. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്നു പടർന്നുയർന്നുമേവും. തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരന് വരാനരകം നിനച്ചിടേണം. ഇരുളിലിരിപ്പവനാര് ചൊൽക നീയെന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം. അറിവതിനായി അവനോട് നീയുമാരെന്ന് അരുളുമിതിൻ പ്രതിവാക്യമേകമാകും. അഹമഹമെന്നരുളുന്നതൊക്കെയാരായുകിൽ അകമേ പലതല്ലതേകമാകും. അകലുമഹന്തയനേകമാകയാലീ തുകയിലഹം പൊരുളും തുടർന്നിടുന്നു. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തുമഹന്തയൊന്നു കാൺക. പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരാവരം തരേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ നഗമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മഹസ്സിലാണിടേണം. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലൻ ഉപനിഷദുക്തി രഹസ്യമോർത്തിടേണം. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 അറിവപര പ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരമാണ്ടുപോലെ തോന്നും. അധിക വിശാലമരുപ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാദം ശ്രുതികളിൽ വീണു തുറക്കുമക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. അഴലെഴുമഞ്ചിതളാർന്നു 2 തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മാ നിഴലുരുവായിരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസനവർത്തി വൃത്തിയത്രേ. അഹമിരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹമന്ധകാരമല്ലൻ അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം. അടിമുടിയറ്റമതുണ്ടിതുണ്ടെന്ന് അടിയിടുമാദിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൽ വടിവിനെ വിട്ടു തരംഗമന്യമാമോ. ഉലകിന് വേറൊരു സത്തയില്ലതുണ്ടെം ഉലകരുരുപ്പത് സർവമോഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയരും മലർമാല നാഗമാമോ. പ്രിയമൊരു ജാതീതൻ പ്രിയം ത്വദീയ പ്രിയം അവരപ്രിയമെന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം
തൻ പ്രിയം അവരെ പ്രിയമെന്നറിഞ്ഞിടേണം. പ്രിയമവരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയമവരെ പ്രിയമിപ്രകാരമാകും. നയമതിനാലെ നരന്നു നന്മ നൽകും. ക്രിയയവരെ പ്രിയ ഹേതുവായി വരേണം. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്നു ചെയ്യും അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരാത്മരൂപം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം. ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോർ നരകാബ്ധിയിൽ വീണിരിഞ്ഞിടുന്നു. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്ന് അവയവിയാവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്നവശതയാം അവിവേകമൊന്നിനാലേ. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവാണെന്നറിവതു താനഥ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുല്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്തു ചൊല്ലുന്ന ഇടയിലിരുന്നറിവല്ല അറിഞ്ഞിടേണം. മനമലർ പെയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലായിൽ മായ മനൂരു വിട്ടുമിരിക്കിൽ മായ മാറും. ജഡമറിവീല അറിവിന്നു ചിന്തയില്ല ഓതിടുകയുമില്ല അറിവെന്നറിഞ്ഞു സർവം. വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിൽ അമർന്നു ഉഴലുന്നതില്ല നൂനം. ഹരി ഓം. അടുത്തായി ഓമനക്കുട്ടിയക്ക. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീനാരായണ ഗുരുദേവായ വിദ്മഹേ പരമഹംസായ ധീമഹി തനോ ഗുരു പ്രചോദയാത്. ശ്രീനാരായണ ഗുരു 1856 ചെമ്പഴന്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു. ഗുരുദേവന്റെ മാതാപിതാക്കളായ മാടനാശാനും കുട്ടിയമ്മയും 3 സഹോദരങ്ങളും അടങ്ങുന്ന വീട്ടിൽ ആണ് അദ്ദേഹം പിറവിയെടുക്കുന്നത്. അവിടെ നിന്ന് ആ ഒരു കാലഘട്ടത്തില് മറ്റു സ്കൂളുകളിൽ പോയി പഠിപ്പിക്കുന്നതിനോ ഉള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതിരൂക്ഷമായി കുടികൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഗുരുവിന്റെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മാവനും പറഞ്ഞു കൊടുത്ത വിദ്യാഭ്യാസ ഒരു തുടക്കം അദ്ദേഹത്തിന് പ്രചോദനമായിക്കൊണ്ട് സംസ്കൃതത്തിലും മലയാളത്തിലും അത്യാവശ്യം പഠിക്കുകയുണ്ടായി. തുടർന്ന് ആ ഒരു കാലഘട്ടത്തിൽ സുഹൃത്തുക്കളായ കുറെ കുട്ടികളുമൊത്ത് കളിക്കാൻ പോവുകയും മറ്റുള്ള വീടുകളിൽ പോവുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. ഗുരുവിന് ഒരു വീടും അന്യമായിരുന്നില്ല. ഒരു കൂട്ടുകാരും അന്യമതസ്ഥരെന്നോ മറ്റുള്ളവരോ എന്ന യാതൊരുവിധ ഭേദവുമില്ലാതെ എല്ലാവരുമായി കൂട്ടുചേർന്നാണ് ഗുരു വളരെ ചെറുപ്പകാലത്തിൽ നടന്നിരുന്നത്. ഒരു ദിവസം
അദ്ദേഹത്തിന് വളരെ അറിവൊന്നുമില്ല എങ്കിൽ പോലും ഒന്നിച്ച് കളിക്കുന്ന സമയം സുഹൃത്തുക്കൾ മാവിലെറിഞ്ഞ ഒരു സമയത്ത് ഗുരു പറയുകയുണ്ടായി, കൂട്ടുകാരെ മാവിലെറിയരുത്, മാവ് നമ്മുടെ അമ്മയാണ്. എൻ്റെ അമ്മയായ കുട്ടിയമ്മയും കുട്ടിയമ്മയുടെ ജീവനും മാവിന്റെ ജീവനും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവനും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുവിന് അദ്വൈത ബോധമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഗുരു കൂട്ടുകാരിൽ നിന്നും വളരെ വ്യത്യസ്തനായി കാണപ്പെട്ടത് പുലർകാലം എണീറ്റ് കുളിച്ച് കുറിയിട്ട് പൂജാദികൾ ചെയ്ത് അമ്മയുടെ കൂടെ അടുത്തുള്ള മണക്കൽ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശനം നടത്തുമായിരുന്നു. അന്നേ ഗുരുവിന് നല്ല ഭക്തിയും ബഹുമാനവും ആദരവും എല്ലാവരോടും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഓരോ ദിവസങ്ങളിലും ഗുരു എവിടെയെങ്കിലും പോയാൽ തിരിച്ച സമയത്ത് വീട്ടിലെത്താതിരിക്കുക, ചോദിച്ചാൽ അതിന് തക്കതായ മറുപടി പറയാതിരിക്കുക, അങ്ങനെ ഒരു ചുറ്റിക്കറക്കം. അതായത് ശംഖുമുഖം, അതുപോലെ കുളത്തൂർ, അങ്ങനെയുള്ള ഭാഗങ്ങളില്, കൊച്ചുവേളി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കുക, പലരെയും കണ്ട് വിവരങ്ങൾ തിരക്കുക, ചോദിച്ചറിയുക. ഈ ഒരു സന്ദർഭത്തിലാണ് ഗുരു ഒരു തമിഴ് ബിസിനസ്സുകാരനെ കാണാനിടയായി. അങ്ങനെ അദ്ദേഹം കുറച്ച് തമിഴ് വശമാക്കി. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും പിന്നിടുമ്പോൾ തമിഴരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പുസ്തകമായ തിരുക്കുറൾ, അതുപോലെ തന്നെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു പുസ്തകമാണ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. 1888 അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി. ഒരു ശിവരാത്രി ദിനമാണ്. നെയ്യാറിൽ മുങ്ങി ഒരു ശിലയെടുത്ത് അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരായ ജനങ്ങൾ ഓടിയെത്തി, നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രതിഷ്ഠ നടത്താൻ പറ്റും, നിങ്ങൾ ബ്രാഹ്മണനല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറഞ്ഞ ഒരു മറുപടി വളരെ ലളിതമായി, ഞാൻ നമ്മുടെ ഗുരുവിനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് അദ്ദേഹം കൊടുത്ത ഒരു മറുപടി. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഇതുപോലെ തന്നെ ഭാരത പര്യടനം നടത്തുകയുണ്ടായി. വരും കാലങ്ങളിൽ ഏതാണ്ട് 42ഓളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി. തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. അങ്ങനെ ഗുരുവിന്റെ ഒരു യാത്ര തന്നെ തുടങ്ങുകയായിരുന്നു. അന്ധവിശ്വാസവും അനാചാരങ്ങളും മീറ്റില്ലമായിരുന്ന കേരളത്തിൽ അറിവുകേടിന്റെയും വിവരക്കേടിന്റെയും കൊടികുത്തി വാണിരുന്ന സാമൂഹ്യ പരിസരം. മാത്രമല്ല ഒരു വിഭാഗം മനുഷ്യനെ മൃഗതുല്യരായി കണ്ടിരുന്ന പശ്ചാത്തലം, അവിടേക്കായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ രംഗപ്രവേശം പിന്നീട് ഉണ്ടായത്. അനാചാരങ്ങളുടെ വേരറുത്ത് മുറിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ആഹ്വാനം ചെയ്തു. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന് ഊടും പാവും നെയ്തു. ഒരു ജനതയെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരു ഉപദേശിച്ചു. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സമൂഹത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ പറ്റുമേയുള്ളൂ. ഈ ജനങ്ങളുടെ, കാരണം ഇരുട്ടിൽ കഴിയുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചം എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നറിഞ്ഞ ഗുരു ഒരു പഠനശാല തന്നെ തുടങ്ങി വെച്ചു. പക്ഷെ എന്നിട്ടും ഗുരു അവിടെ നിന്നും ഉറച്ചിരുന്നില്ല. വീണ്ടും ഗുരു യാത്രയായി. ഓരോ പ്രാവശ്യവും പോയി വരുമ്പോൾ എവിടെ പോയിരുന്നു എന്ന് ഒരിക്കൽ മടങ്ങി വരുമ്പോൾ ഭയങ്കരമായ വസൂരി പിടിപെട്ടിട്ട് തിരിച്ചു വരികയാണ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് എവിടെയായിരുന്നു നാരായണ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചു ദൂരെയുള്ള ഒരു ദേവീക്ഷേത്രത്തിൽ, ഇടിഞ്ഞു പൊളിഞ്ഞ ദേവീക്ഷേത്രത്തിൽ ഞാൻ പനിച്ചു കിടക്കുകയായിരുന്നു. വസൂരി വന്ന് എന്നെ ദേവി
വേണ്ടിയാണ് ശുശ്രൂഷിച്ചതെന്ന് മറുപടി പറയുകയുണ്ടായി. ഗുരുവിന്റെ ചെറുപ്പത്തിലെ പേര് നാരായണൻ എന്നാണെങ്കിലും ചെല്ലപ്പേര് നാണുവെന്നായിരുന്നു. വീണ്ടും ഇങ്ങനെ കുട്ടികളെ വിളിച്ചിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നാണു ആശാനായി മാറി. ആ നാണു ആശാനാണ് ഇന്ന് ലോകത്തിന്റെ നെറുകിൽ അല്ലെ കേരളത്തിന്റെ നവോത്ഥാനങ്ങളിൽ വേരുറപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനായി മാറിയത്. 1856 പിറവിയെടുത്ത ഗുരുദേവൻ 1978 സമാധിയാകുന്നത്. അതിനോടകം 1914 ആലുവയിൽ ഒരു അദ്വൈതാശ്രമം സ്ഥാപിക്കുകയുണ്ടായി. 1915 അവിടെ കുട്ടികൾക്ക് പഠന ക്ലാസ് നടത്തുമ്പോൾ സകല ജാതി മതസ്ഥരായ കുട്ടികളും ആ ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി 1915 അദ്വൈതാശ്രമത്തിൽ ഇരുന്ന് രചിച്ചതാണ് ദൈവദശകം പ്രാർത്ഥനാ ഗീതം. 1923 അദ്വൈതാശ്രമത്തിൽ ഒരു സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു വിളിച്ചുകൂട്ടി. അതിൽ എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിഭാഗങ്ങളിലുള്ള ക്രിസ്ത്യൻസിലുള്ള ബിഷപ്പുമാര്, അതുപോലെ ഇസ്ലാം മതത്തിലുള്ള മുതിർന്ന വൈദികർ എല്ലാവരും പങ്കെടുത്തിരുന്നു. അതിന്റെ ഓർമ്മയായിരുന്നു 2023 100-ാം വർഷം ആഘോഷിച്ചത്. അതുപോലെ തന്നെ ഗുരുവിനെ 1922 മഹാകവി ടാഗോർ വിസിറ്റ് ചെയ്യുകയുണ്ടായി. മഹാകവി ടാഗോർ കേരളത്തിൽ വരുന്നതിന് 30 വർഷം മുമ്പാണ് വിവേകാനന്ദ സ്വാമികൾ കേരളം സന്ദർശിച്ചത്. അന്ന് സ്വാമികൾ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. കേരളം ഒരു പ്രാന്താലയമാണെന്നാണ് പറഞ്ഞത്. ആ 30 വർഷം കഴിഞ്ഞ് ടാഗോർ ഗുരുവിനെ വിസിറ്റ് ചെയ്യുമ്പോൾ, സന്ദർശിക്കുമ്പോൾ ടാഗോർ പറഞ്ഞത്, സ്വാമി നിങ്ങൾ വളരെയധികം പ്രവർത്തിച്ചിരിക്കുന്നു ഇവിടെ കേരളത്തിൽ. ഗുരുസ്വാമി മറുപടി പറഞ്ഞത്, ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു. 1925 ഗാന്ധിജി ഗുരുവിനെ സന്ദർശിക്കുകയുണ്ടായി. ഗാന്ധിജിയും ഗുരുവിനോട് ഇതേപോലെ തന്നെ ഇനിയും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാമികളുടെ ശ്രമകരമായ ദൗത്യം ഉണ്ടാവണമെന്നാണ് ഗാന്ധിജിയും പറഞ്ഞത്. ഗാന്ധിജിയുടെ ഭാഷ ഹിന്ദി ആയിരുന്നത് കൊണ്ട് ഗുരുവിന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവരുടെ സംഭാഷണം രണ്ടുപേർക്കും വ്യക്തമാകത്തക്ക രീതിയിലാണ് അവർ സംസാരിക്കാനിടയായത്. 1903 ഈ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം 1800 പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ശ്രീനാരായണ ഗുരു അവിടെ എഴുതി വെച്ചു. സ്വന്തം കൈപ്പടയിൽ തന്നെയാണ് അവിടെ എഴുതി വെച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരുവിന്റെ ആഗ്രഹം സമാധാനവും ശാന്തിയുമുള്ള ഒരു ലോകവും സമാധാനവും ശാന്തിയുമുള്ള ജനതയും, അവരുടെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളണമെങ്കിൽ സമാധാനവും ശാന്തിയും ഉണ്ടായിരിക്കണമെന്നും ഗുരുദേവൻ ആഗ്രഹിച്ചു. അതിന്റെ പ്രതീകമായാണ് 100 ശ്ലോകങ്ങൾ അടങ്ങിയ ആത്മോപദേശ ശതകം രചിക്കപ്പെട്ടത്. 1887 ഏകദേശം ഒരു ബുക്കുകളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. അതിനപ്പുറമോ ഇപ്പുറമോ ആകാം. എന്താണെങ്കിലും ഈ ആത്മോപദേശം നമ്മൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങി. 1-ാമത്തെ ശ്ലോകത്തില് ഗുരു പറഞ്ഞു, അറിവിലും അറിഞ്ഞിരിക്കുന്നവൻ ഉരുവിലും ഒത്തു പുറത്തു മുജ്ജലിക്കും, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. ഗുരു എത്രമാത്രം അറിവിന് അവിടെ പ്രസക്തി കൊടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിന് വെളിവാകുന്നത്. അതുപോലെ തന്നെ ആ 100-ാമത്തെ ശ്ലോകത്തിലും ഗുരു പറഞ്ഞു വെക്കുന്നു, അതും ഇതുമല്ല സദർത്ഥമല്ലഹം സച്ചിത് അമൃതമെന്നും തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റു സത്തോമിതി മൃദുവായി അമർന്നിടേണം. മൃദുവായി വളരെ ശാന്തമായി അമർന്നിടേണം. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം കുടികൊള്ളുന്നു എന്നുള്ള നല്ല ബോധ്യത്തോടുകൂടി തന്നെയാവണം ഓരോ ജനതയും ജീവിക്കേണ്ടത്, വളരേണ്ടത്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് എന്ന് ഗുരു പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ. സമയപരിമിതി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരം. ഒപ്പം എനിക്കിങ്ങനെ ഒരു അവസരം തന്ന, കുഞ്ഞു കാര്യങ്ങൾ പറയാൻ ഒരു അവസരം തന്നു സമിതിക്കും
ഗോപണ്ണനും ലാലിയക്കും എൻ്റെ യോഗ ബന്ധുക്കൾക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം. ഹരിയോം അക്ക, ചെറിയൊരു സമയം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഗുരുവിനെ പറ്റിയുള്ള ഒരു അറിവ് പകർന്നു തന്നു. അക്കയ്ക്ക് നന്ദി. അടുത്തായി രാജമാക്ക. ഹരിയോം. എല്ലാ ശ്രോതാക്കൾക്കും ഒപ്പം ഞാൻ ആദ്യമേ ജാമ്യമെടുത്ത് ആദ്യം നന്ദി പറയുക. അത് കാരണം അല്ലെങ്കിൽ എനിക്ക് അവസാനം സമയം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കിതിന് അവസരം തന്ന ലാലിയക്ക, ആ പ്രസ്ഥാനം പോലെ ഇതിന്റെ എല്ലാം നിരീക്ഷണ കൺട്രോളൊക്കെ നടത്തുന്ന ഗോപണ്ണന്, ഇത് എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഭഗവത് നാമത്തിൽ നന്ദി ആദ്യമേ പറയുന്നു. അവസാനം പറയേണ്ടതാണ്. എന്നാൽ അപ്പം എനിക്കാണെങ്കിൽ അരമണിക്കൂർ സമയം ആണ് ലാലിയക്ക നേരത്തെ എന്നോട് പറഞ്ഞിരുന്നത്. അതും 24 തത്വങ്ങളെ കുറിച്ച് ഒന്ന് പറയണമെന്നാണ് പറഞ്ഞത്. അത് 24 തത്വങ്ങളും അദ്വൈതം തന്നെയാണ്. അപ്പം എനിക്ക് എത്രയും പറയാൻ കഴിയുമോ അത്രയും മാത്രം പറഞ്ഞിട്ട് പിന്നെ അവസരം കിട്ടുമ്പോൾ ബാക്കി പറയാം. അപ്പം ക്ഷമിക്കുക, കുറച്ച് പറയാൻ വിട്ടുപോകും. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഓം ഗുരുഭ്യോ നമഃ. ഓം സദാശിവ സമാരംഭം ശങ്കരാചാര്യ അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര. ഇവിടെ ഞാൻ ആദ്യം ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ ഇടയ്ക്കുള്ള ഒരു 4 വരിയാണ് ആദ്യം ഞാനിവിടെ ചെല്ലാൻ പോകുന്നത്. അദ്വൈതം എന്താണ് എന്ന് ഭാഗവതത്തിന്റെ കാഴ്ചപ്പാടിൽ തുടക്കത്തിലെ അദ്വൈതത്തെ കുറിച്ചാണ് ഭാഗവതം നമ്മളെ ഇവിടെ ആദ്യത്തെ ചവിട്ടുപടി. നമുക്ക് നോക്കാം. ശ്രീ വേദവ്യാസമുനി ചമച്ച പുരാണത്തിൽ ശ്രീ മഹാഭാഗവതം തന്നിലു പരമാർത്ഥം സത്യജ്ഞാനാനന്ദാനന്ദാദ്വയ അമൃതപൂർണം സച്ചിത് ബ്രഹ്മാഖ്യം പരമാനന്ദമുപാസിച്ചേൻ. ഈശനും പ്രപഞ്ചവുമേകമെന്നുറച്ചു ഞാൻ ഈശനെ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശിക പാദപത്മം എന്നുള്ളിൽ ഉറപ്പിച്ചേൻ. ദേശികാജ്ഞയാ പരമാനന്ദ സമന്വിതം ഈശ്വരും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലമൊന്നായി കണ്ടേൻ. ഇവിടെയാണ് അദ്വൈതം. ഭാഗവതം തുടങ്ങുന്നത് തന്നെ അദ്വൈതത്തിൽ കൂടിയാണ്. ഇവിടെ അർത്ഥം പറഞ്ഞു പോയാൽ സമയം. ഭാഗവതത്തിലെ സച്ചിത് ബ്രഹ്മാഖ്യം പരമാനന്ദം ഉപാസിച്ചേൻ. സത്യജ്ഞാന ആനന്ദ അദ്വൈത അമൃതപൂർണം. അദ്വൈതമാകുന്ന അമൃതം ആണിവിടെ. എങ്ങനെ സേവിച്ചിട്ട് ദേശിക ഈശനെ ദേശികൻ എന്നറിഞ്ഞിട്ട്, ഇവിടെ ഈശൻ ഈസ് ഈക്വൽ ടു ദേശികൻ. ദേശികൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ദേശികൻ എന്നറിഞ്ഞിട്ട് പിന്നെന്താണ്, ഈശ്വനും പ്രപഞ്ചവും ഏകമെന്നുറച്ച് ഈ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ. ഭാഗവതം 4 അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമാണ്. ദേശികൻ എന്നറിഞ്ഞിട്ട് എന്നിൽ അത് ഉറച്ചിട്ട് ഈശനെ ദേശികൻ എന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശിക പാദ പത്മം എന്നുള്ളിൽ ഉറപ്പിച്ചേൻ. എൻ്റെ ഉള്ളിൽ ഗുരുവിന്റെ പാദം. ദേശികൻ എന്ന് പറഞ്ഞ ഗുരു, ഗുരുവിന്റെ പാദം എന്നിൽ, എന്നെ ഇതെല്ലാം മനസ്സിലാക്കി തരുന്ന ഏകമെന്നും അദ്വൈതമെന്നും ഈശനും പ്രപഞ്ചവും ഒന്നാണ് എന്ന് എല്ലാം എനിക്ക് മനസ്സിലാക്കി ബോധവൽക്കരിച്ച ഗുരുവാണ് എൻ്റെ ദൈവം. ആ ഗുരുവിനെ ഞാൻ വണങ്ങുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സദാശിവ സമാരംഭാം ശങ്കര ആചാര്യ മധ്യമാം എന്ന് ഞാൻ ചൊല്ലിയത്. അതുപോലെ ദേശികാജ്ഞ പരമാനന്ദ സമ ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഈശന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേൻ. ഇതെല്ലാം ഒന്നായി കാണണമെങ്കിൽ ഗുരുവിന്റെ സാന്നിധ്യവും ഈശ്വരന്റെ ആശീർവാദവും നമുക്ക് വേണം എന്ന് തുടക്കത്തിലേ ഭാഗവതം നമ്മോട് പറയുന്നു. അപ്പോൾ ഭാഗവതം എന്താണ് ഉദ്ഘോഷിക്കുന്നത്? അദ്വൈതമല്ലേ? ഇവിടെ എല്ലാം ഒന്നെന്ന് കാണുന്നവനാണ് എല്ലാം അറിഞ്ഞവൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ചുരുക്കി എളുപ്പം ഞാൻ പോവാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളത് പറഞ്ഞിട്ട് പോകും. അപ്പൊ ഇവിടെ 24 തത്വങ്ങളെ കുറിച്ച് ആണ് ഇവിടെ പ്രതിപാദിക്കാൻ. അതും അദ്വൈതം തന്നെയാണ്.
ആ 24 തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കുറെ ഈ ഗണപതി നമസ്കാരമൊക്കെ ചെയ്യുമ്പോൾ കുറെ ഫെമിലിയർ ആണ്. എന്നാലും 24 തത്വങ്ങളുടെ ഉപജ്ഞാതാവ് സാങ്ഖ്യശാസ്ത്രം എന്നാണ് അതിന് പറയുന്നത്. 24 തത്വങ്ങൾ. അപ്പൊ സാങ്ഖ്യൻ ആരാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ബ്രഹ്മാവിന്റെ പുത്രനായ കർദമ പ്രജാപതി, ഭാഗവതമൊക്കെ ശരിക്കും വായിച്ചിട്ടുള്ളവർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. കർദമ പ്രജാപതിക്കും ദേവഹൂതിക്കും കൂടി ഉണ്ടായ 9 പെമ്മക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അവസാനം ഉണ്ടായ മകനാണ് കപിലൻ. ആ കപിലൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ദേവഹൂതിയോടും കർദമ പ്രജാപതിയോടും നാരദ മഹർഷി വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ 9 മക്കൾ നിനക്കുണ്ടാവും, അവസാനം ഉണ്ടാവുന്നത് ഭഗവാൻ തന്നെ അവതരിക്കുകയായിരിക്കും എന്ന്. അപ്പൊ 9 പെമ്മക്കളുണ്ടായി വിവാഹം കഴിച്ചൊക്കെ വിട്ടപ്പോൾ കർദമ പ്രജാപതി വിശ്രമമായിട്ട് ഈ സന്യാസത്തിന് പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഭഗവാൻ പറഞ്ഞിട്ടില്ലേ ഒരു മകൻ നമുക്ക് ഭഗവാനായിട്ട് ജനിക്കും, അപ്പൊ നമുക്ക് ആ മകൻ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് കർദമ പ്രജാപതിയെ ദേവഹൂതി പിടിച്ചു നിർത്തി. അങ്ങനെ ആണ് കപിലൻ ഉണ്ടാവുന്നത്. കപിലൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കപില വാസുദേവൻ. അപ്പൊ ആ കപിലൻ പിന്നെ ഗൃഹസ്ഥാശ്രമമൊന്നും ഇല്ലാതെ ബ്രഹ്മചര്യത്തിലേക്ക് ആശ്രമമൊക്കെ ഉണ്ടാക്കി അങ്ങനെ മാറി ആ ആശ്രമത്തിൽ ജീവിക്കുന്നു. മക്കളെ 9 പേരെയും വിവാഹം കഴിച്ചഴിച്ചു. ഭർത്താവ് അവിടെ പിന്നെ സന്യാസ അതിലും പോയി. അപ്പൊ ദേവഹൂതി, സുന്ദരിയായ ദേവഹൂതി തനിച്ചായപ്പോൾ ഭയങ്കര മാനസിക പ്രശ്നം. നമുക്കറിയാമല്ലോ, നമ്മൾ അതിലേക്ക് നമ്മൾ ആ മനസ്സിനെ പോസ്റ്റ് ചെയ്യണം, അപ്പോഴേ അറിയാം അതിന്റെ വിഷം. അപ്പൊ ആ അമ്മ സ്വന്തം മകന്റെ ആശ്രമത്തിലേക്ക് ചെന്നിട്ട് ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദേവഹൂതിക്കായിക്കൊണ്ട് കപിലൻ ഈ സാങ്ക്യം ഉപദേശിച്ചു കൊടുത്തു. അത് ദേവഹൂതിക്ക് കൊടുത്തതല്ല, നമ്മൾക്ക് ഉപദേശിച്ചു തന്നതാണ്. അത് ദേവഹൂതി കേട്ട് മനസ്സിലാക്കി ഭഗവാനാണ് എൻ്റെ മകനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമസ്കരിച്ചിട്ട് എല്ലാം മനസ്സിലായ രീതിയിൽ തിരിച്ച് നമ്മുടെ ബദരി ആശ്രമത്തിന് സമീപമുള്ള സരസ്വതി നദിയുടെ തീരത്തിലുള്ള ആ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി എല്ലാ വൈരാഗ്യവും വന്ന് അവിടെ തപസ് ചെയ്ത് മോക്ഷത്തെ പ്രാപിച്ചു എന്നാണ് അതിലെ കഥ. അപ്പൊ എന്താണ് ഞാൻ എൻ്റെ തുടക്കം, കപിലൻ ആരാണ്? അപ്പൊ കപിലന്റെ സാങ്ക്യത്തിലേതാണ് നമ്മുടെ 24 തത്വങ്ങൾ. ആ 24 തത്വങ്ങളാണ് നമ്മൾ രാവിലെ ഗണപതി നമസ്കാരത്തിൽ ആദ്യം പറയുന്നത്. എന്താണ് ഈ പ്രകൃതി? സാങ്ക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാന യോഗത്തിലൂടെ കർമ്മബന്ധത്തിൽ നിന്നും നമുക്ക് എങ്ങനെ മുക്തി നേടാം, അതാണ്. നമുക്കില്ലാത്ത ഒരു സാധനമാണത്. എന്താണ്? നമ്മൾ എപ്പോഴും കർമ്മത്തിൽ ബന്ധനസ്ഥരായിട്ട് മുക്തി ഇല്ലാതെ ഇങ്ങനെ സംസാര ദുഃഖത്തിൽ കിടന്ന് ഉഴലുന്നവരാണ്. അപ്പൊ ദേവഹൂതി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ പിന്നെ നമ്മളും അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് പറഞ്ഞു കൊടുത്തു. അതിലെന്താണ് പറഞ്ഞു കൊടുത്തത്? ഈ 24 തത്വങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ശരീരം. പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അങ്ങനെ 24 തത്വങ്ങൾ. ആ 24 തത്വങ്ങളെയും അറിഞ്ഞ ഒരാൾക്ക് 25ാമത്തെ തത്വത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതാണ് ത്വരീയം, അല്ലെങ്കിൽ പുരുഷനെ അറിയുക. ആ 24 തത്വങ്ങളെയും മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഈ സംസാര ദുഃഖത്തിനെ എല്ലാം മറികടന്ന് വൈരാഗ്യത്തിൽ കൂടി ആ പുരുഷനിൽ എത്താം. അല്ലെങ്കിൽ ത്വരീയം എന്ന് പറഞ്ഞാൽ 4ാമത്തേതെന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ മോക്ഷം അല്ലെ പുരുഷനിൽ എത്താം എന്നാണ് ആ തത്വം. പക്ഷെ അത് നമ്മുടെ വൈഷ്ണവ വിശ്വാസികളുടേതാണ് ഈ കപില സാങ്ക്യം. എന്നാല് സമയം നോക്കുമ്പോ ഞാൻ നിർത്തും. അതുപോലെ വൈശ്യരാണെങ്കിൽ 36 തത്വം. ഇപ്പൊ ഹരിനാമ കീർത്തനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ 96 തത്വമാണ് എഴുത്തച്ഛന്റെ തത്വം പറഞ്ഞത്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് വിസ്തരിച്ച് ഞാൻ 96 തത്വങ്ങൾ അതിൽ പറഞ്ഞതായിരുന്നു. അപ്പൊ ഭക്തി എങ്ങനെ ബുദ്ധിയെ സ്വതന്ത്രമാക്കുന്നു, അതാണ് സാങ്ക്യം. നാം കാണുന്ന ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം നശ്വരങ്ങളാണ്. അതിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കണ്ട. ഇതെല്ലാം നമ്മളെ വിട്ടുപോകുന്നതുമാണ്. നമ്മൾ ഇതിനെ വിട്ടുപോകും. നമ്മൾ നോക്കിയിരിക്കെ തന്നെ നമ്മൾ ആരെ ഒട്ടിപ്പിടിക്കുന്നോ അവർ നമ്മളെ വിട്ടുപോകും. നമ്മളെ ആരൊട്ടിപ്പിടിക്കുന്നുവോ നമ്മൾ അവരെ വിട്ടുപോകും. അങ്ങനെ നശ്വരമായ ഈ പ്രപഞ്ചത്തിലെ ഈ നശ്വര വസ്തുക്കളെ ഓർത്ത് എന്തിനു വിഷമിക്കണം?
നമ്മുടെ ഉള്ളിൽ സത്യമായ എന്ന് നിലനിൽക്കുന്ന ആ സത്ത് ഉള്ളിലുണ്ട്, അതാണ് നമ്മൾ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു ദേവഹൂതിക്ക്. മാറിക്കൊണ്ടിരിക്കുന്നതിനെ മാറ്റത്തിനിടയാക്കുന്ന മാറാത്ത ഒരു സത്യമുണ്ട്. ആ സത്യം എന്താണെന്ന് കണ്ടെത്തുമ്പോൾ ആ സത്യത്തിലേക്കുള്ള പ്രയാണം നമുക്ക് എന്ത് തരും? സന്തോഷത്തെ തരും. ഇതാണ് 24 തത്വങ്ങൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ 24 തത്വങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ പ്രളയം, ഒരു ബ്രഹ്മാവിന്റെ ആയുസ് 125 വർഷമാണ്, ബ്രഹ്മവർഷം. ആ 125 വർഷം ഉറക്കമില്ലാതെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സൃഷ്ടി 125 വർഷം കഴിയുമ്പോൾ ബ്രഹ്മാവിന്റെ ദേവവർഷമാണ്, നമ്മുടെ വർഷമല്ല. അത് കഴിയുമ്പോൾ ബ്രഹ്മാവ് ഉറങ്ങാൻ പോകും. ഉറങ്ങാൻ പോകുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും അതിസൂക്ഷ്മമാക്കിക്കൊണ്ട് ആ ബ്രഹ്മത്തിൽ അല്ലെ വിഷ്ണുവിൽ വിഷ്ണു നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ സത്വരജ തമോ ഗുണങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് വ്യവഹാരത്തിന് വേണ്ടിയുള്ള വിഷ്ണു അല്ല ഇവിടെ പറയുന്നത്. അത് വ്യവഹാരത്തിന് വേണ്ടി സത്വരജോ തമോ ഗുണങ്ങളെ സ്വീകരിച്ച സൃഷ്ടിസ്ഥിതി ലയത്തിന് വേണ്ടി സ്വരൂപത്തെ സ്വീകരിച്ചതാണ് അത് മൂന്നും. അല്ലാതെ പരബ്രഹ്മമായ ഒരു ഗുണവുമില്ലാത്ത നിർഗുണമായ ഒരു വിഷ്ണുവുണ്ട്. അതാണ് നമ്മളെ ആ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിലാണ് ലയിപ്പിക്കുന്നത്. ലയിപ്പിച്ചിട്ട് ഉറങ്ങാൻ പോകും. അതിന്റെ വർഷമൊക്കെ പറഞ്ഞാല് ഒരുപാട് വർഷമാണ് നമുക്ക് ഇതിന് പറയുന്നത്. അത്രയും വർഷം 43,20,000 വർഷത്തിൽ കോടി വർഷത്തിൽ കൂടുതൽ ബ്രഹ്മാവ് ഒരു കൽപ്പത്തിൽ ഉറങ്ങാൻ പോകും. അപ്പൊ രാത്രിയും പകലും കൂടെ ആകുമ്പോൾ അത്രയും പ്രളയമാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഏകമായ ആ ബ്രഹ്മത്തിന് ഇച്ഛാശക്തി തോന്നും. അങ്ങനെ ഏകമായി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ആ വെളിയിലോട്ടൊന്ന് ഇറങ്ങാം, അല്ലെ TV ഒന്ന് വെക്കാം എന്ന് തോന്നുന്ന പോലെ ആ കോൺഷ്യസിന് ഒരു ബുദ്ധി തോന്നി, ഇച്ഛാശക്തി തോന്നിയപ്പോൾ ഈക്ഷണാർത്ഥം എന്ന് നാരായണത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷണം സംസാരിക്കുന്നില്ല, ഒരു നോട്ടം കൊണ്ട് മായയെ സൃഷ്ടിച്ചു. ആ നോട്ടത്തിൽ മായ ഉണ്ടാകുകയും, അപ്പൊ ഭഗവാനിൽ നിന്നും ഉണ്ടായതാണ് മായ. ആ മായയെ കുറിച്ച് എല്ലാവർക്കും സംശയമാണ്, എന്താണ് മായ? ആ ഭഗവാനിൽ നിന്നും ഉണ്ടായ മായ. ഭഗവാന് ഇച്ഛാശക്തി തോന്നി പ്രപഞ്ചം സൃഷ്ടിക്കണമെന്ന്. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ എന്നെ സമയമാകുമ്പോ ഒക്കെ പറഞ്ഞേക്കണം, ഞാൻ നിർത്തിയേക്കാം. അപ്പൊ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി, അതാണ് മായ. ആ ദേവിയാണ് നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ഒരു മന്ത്രമാണത്. ഇച്ഛാശക്തി എപ്പോൾ നമുക്കുണ്ടോ അപ്പോൾ മാത്രമേ നമുക്ക് ക്രിയാശക്തിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിനും നമുക്ക് വേണ്ടത് ഇച്ഛാശക്തിയാണ്. ഭഗവാനാകുന്ന ആ കോൺഷ്യസ്നെസ്സിന് ഇച്ഛാശക്തി തോന്നിയപ്പോൾ മായ പുറത്തേക്ക് വരികയും, മായ എന്ന് പറയുന്നത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും സ്ഥാനീയ ഊർജമാണെങ്കിൽ മായ എന്ന് പറയുന്നത് ചലനോർജമാണ്. മായ എന്ന് പറയുന്നത് ചലിക്കുന്നതാണ്, സ്ഥിരം നിൽക്കാത്തതാണ്. അതാണ് മായ. ഭ്രമിപ്പിക്കുന്നതാണ്, ഭ്രമമുള്ളതാണ്, ചലനമുള്ളതാണ് മായ. മറ്റേത് രണ്ടും സ്ഥിരമായി ഒരിടത്ത് നിൽക്കുന്നതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നിന്നും മായ ആവരണം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സത്വരജ തമോ ഗുണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് 24 തത്വങ്ങളിലേക്ക് സത്വരജ ഗുണങ്ങളെ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഇതിനൊന്നും ഒരു ചലനവും ഉണ്ടായില്ല. അപ്പോൾ ഭഗവാന്റെ കൂടെ ആശ്രയത്തോടി മായയും കൂടി ഈ 24 തത്വങ്ങളിൽ പ്രവേശിക്കുകയും അവിടെ വൈകാരികമായ അനക്കം സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ അരി മുഴുവനും അരച്ചു വെച്ചാൽ സെപ്പറേറ്റ് വെച്ചാൽ നാളെ ഇഡലി ഉഴുങ്ങാൻ കൊള്ളില്ല, അത് പുളിക്കില്ല. അപ്പം ഈ 24 തത്വങ്ങളെയും ജീവൻ ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിനകത്ത് നമുക്കൊരു സോഡാപ്പൊടി ചേർക്കണം. ആ സോഡാപ്പൊടിയായിട്ട് മായയും ഈശ്വര ചൈതന്യം കൂടെ അതിൽ പ്രവേശിച്ചപ്പോൾ അതിനകത്തിലെ വികാരമുണ്ടാകുകയും ആ വികാരത്തിന്റെ ഫലമായി ഒരു ഹിരണ്യ അണ്ഡം, സ്വർണ്ണ നിറത്തിലുള്ള അണ്ഡം, ഈ ജീവനെല്ലാം കൂടെ ആ ഒരു അണ്ഡം ഉണ്ടാകുകയും ആ അണ്ഡം കാരണജലം, ഭഗവാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് മായയാൽ ഉണ്ടാക്കിയ ഒരു കാരണജലം, അല്ലെ സമുദ്രമൊന്നുമല്ല, എല്ലാത്തിനും നിലനിൽക്കാൻ ജലം വേണം. ആ ജലത്തിൽ അനേകായിരം വർഷം ഈ അണ്ഡം കിടക്കുകയും ഈ അണ്ഡത്തിനെ സ്തുതിച്ചു ജീവാത്മാക്കൾ, അസൂക്ഷ്മങ്ങളായ ജീവാത്മാക്കൾ സ്തുതിച്ചതിന്റെ ഫലമായി വിരാട് പുരുഷൻ അതിൽ നിന്നും ഉണ്ടായി. ഹിരണ്യ അണ്ഡത്തിൽ നിന്നും വിരാട് പുരുഷൻ ഉണ്ടായി. ആ ഹിരണ്യ അണ്ഡത്തിൽ നിന്നും വിരാട് പുരുഷനിൽ നിന്നും ആണ് ഈ പ്രകൃതിയിലുള്ള എല്ലാ ചരാചരങ്ങളും ഈ പ്രകൃതിയിൽ മായയാൽ
ഇങ്ങനെ വിക്ഷേപണം ചെയ്യപ്പെടും. എല്ലാം മായയാണ് ചെയ്യുന്നത്. ഭഗവാൻ സാക്ഷിയായിട്ടിരുന്നു കൊണ്ട് മായയെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ദേവി ഭാഗവതത്തിൽ ദേവിക്കാണ് പ്രാധാന്യം. ദേവി പറയുന്നത് ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് ദേവിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭഗവാൻ സാക്ഷിയായിട്ടിരുന്നു കൊണ്ട് ആ ഊർജം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദേവിയുടെ മായ. അപ്പൊ മായ എന്ന് പറഞ്ഞാൽ ചലനശേഷി, ഞാൻ പറഞ്ഞു ചലനോർജമാണ്, സ്ഥിരം നിൽക്കുന്നതല്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകർഷണ ചലിക്കുന്നത് എന്തോ അത് പ്രകൃതി. ഈ പ്രകൃതിക്ക് എപ്പോഴും മാറ്റമാണ്. ഇന്നലെ മഴയാണെങ്കിൽ ഇന്ന് വെയിലാണ്. നമ്മള് ഇന്നലെ ചെറുപ്പമായി സുന്ദരിയായിട്ടിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വേറൊരവസ്ഥയിലാണ്. മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ അതാണ് മായ. ആ മായ നമ്മളെ കുറെ കളിപ്പിക്കും. ആ മായ നമ്മളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് ഈ സംസാര ദുഃഖത്തിലേക്ക് വാ വാ ഈ സുഖമെല്ലാം അനുഭവിച്ചിട്ട് പോ എന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മാടി വിളിക്കും. എപ്പോഴാണ് മാടി വിളിക്കുന്നത്? നമ്മൾ അവിദ്യ, മായ അവിദ്യയുടെ കൂടെയും നിൽക്കും, വിദ്യയുടെ കൂടെയും നിൽക്കും, രണ്ടുപേരുടെ കൂടെ നിൽക്കും, വിദ്വാന്റെ കൂടെ നിൽക്കും. അപ്പൊ അവിദ്യ എവിടെയുണ്ടോ അവിടെ മായയുടെ കളി നല്ലതുപോലെ നടക്കും. അപ്പോൾ നമ്മൾ ഈ സംസാര ദുഃഖത്തിൽ നിന്നും മാറി വേറൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വിദ്യ വേണം, ജ്ഞാനം വേണം. ആ വിദ്യയിൽ കൂടി ഈ മായയെ നമുക്ക് മറികടക്കാൻ കഴിയും. മായയ്ക്ക് അന്നേരം ഒന്നും ചെയ്യാൻ കഴിയില്ല. മായ ഭയങ്കര സ്വാർത്ഥയാണ്, നമ്മളെ മായയിൽ നിന്നും വിടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ സംസാരത്തിന്റെ നിലനിൽപ്പിന് മായ ആവശ്യമാണ്, നമ്മുടെ ഈ ഓട്ടം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും മായയിൽ ഭ്രമിപ്പിച്ചിട്ട് നമ്മളെ വട്ടം കറക്കും. എന്നാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കൊക്കെ ഇതറിയാം. അവരിതിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണ്. അവരെപ്പോഴും അങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും, നാമസങ്കീർത്തനങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ അടുക്കലേക്ക് മായ അടുക്കില്ല. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മായയിൽ നിന്നും മുക്തരാവാൻ നമ്മൾ നിഷ്കാമമായി നാമജപം, ഹരിനാമ കീർത്തനത്തിൽ ഞാൻ വ്യക്തമായിട്ട് ഇന്നും ഇന്നലെ എല്ലാം എഴുത്തച്ഛനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 100 തത്വങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നാമസങ്കീർത്തനമാണ് ഈ മായയിൽ നിന്നും മോചനമാവാനുള്ള ഏക മാർഗം. അതിന് നമുക്ക് ഇച്ഛാശക്തി വേണം. ആ ഇച്ഛാശക്തി അമ്പലത്തിൽ പോയത് കൊണ്ടോ കുറിയിട്ടുകൊണ്ടോ ഒന്നുമില്ല. നമ്മുടെ പ്രവർത്തന മണ്ഡലമാണ് ഭക്തി. നമ്മുടെ കർമ്മവും ചിന്തകളുമാണ് ഭക്തി. അല്ല ബാഹ്യമായ പ്രകടനത്തിലൂടെ നമുക്ക് മായയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. അക്ക നിർത്തിക്കോട്ടെ, എന്നെ വിഷമിപ്പിക്കല്ലേ. സമയമായോ? ഹരിയോ അക്ക? ഒത്തിരി ഉണ്ട് പറയാം. ഞാൻ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞിരിക്കും. ഇല്ല 10 മിനിറ്റോട് പറയാമോ? അങ്ങനെ സാധാന്യം. അവ അതാണ് മായയുടെ സ്വരൂപം. അപ്പൊ ഇങ്ങനെ ബോധസ്വരൂപനായ പരമാത്മാവിന്റെ ശക്തി. അപ്പൊ എന്താണ് ഈ പ്രപഞ്ചം ഇങ്ങനെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടു? നമ്മളൊക്കെ ആത്മാവ് പരമാത്മാവ് എന്ന് പറയുന്നു. നമ്മൾ എന്തുകൊണ്ട് പരമാത്മാവ് എന്ന് പറയുന്നു? ആ ജീവാത്മാവ്. അപ്പൊ ഈ പരമാത്മാവിനെ മായ ആവരണം ചെയ്തിട്ടുണ്ട്. നേരെ ആ ആവരണത്തിൽ നിന്നും നമ്മളിപ്പോ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം ആ കണ്ണാടിയിൽ നമ്മളെ പോലെ തന്നെ കാണാം. അപ്പൊ എന്നാൽ നമ്മളാണോ? അത് അല്ല, നമ്മുടെ പ്രതിബിംബമാണ് എന്ന് പറഞ്ഞതുപോലെ ആ പരമാത്മാവെന്ന ആ സത്തായ ശക്തി അല്ലെങ്കിൽ ആ കോസ്മിക് എനർജി അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെ വിഷ്ണു, എന്ത് പേര് നമുക്ക് വേണേലും വിളിക്കാം. ആ സയന്റിഫിക്കലി നമുക്ക് കോസ്മിക് എനർജി രൂപമില്ല, ഗുണമില്ല, നിർഗുണനാണ്. ആ സനാതന പുരുഷൻ, അതാണ് നമ്മുടെ സനാതന സംസ്കാരം എന്ന് പറയുന്നത്. സനാതനം എന്നുമുള്ളത്, അജനാണ്, ജനിച്ചിട്ടില്ല, മരണവുമില്ല. അങ്ങനെ എന്നുമുള്ള ആ സനാതനന്റെ ധർമ്മത്തെ പരിപാലിച്ചു പോകുന്ന സംസ്കാരത്തെയാണ് നമ്മൾ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ആ സനാതന ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളിപ്പോ കിടന്ന് ഈ വട്ടം കറങ്ങുന്നത്. ആ സനാതനന് എന്ന ആ ബ്രഹ്മത്തിന് എന്താണ്? ഇതിന്റെ മായയാൽ ഒരു പ്രതിബിംബമാണ്. മായ അവിടെ നിൽക്കുന്നത് കൊണ്ട് നേരിട്ട് നമുക്ക് ഇങ്ങോട്ട് പരമാത്മാവിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. മായയാൽ മൂടപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രതിബിംബമാണ് എന്ത്? ജീവാത്മാവ് എന്ന് പറയുന്നത്. അത് ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാണ്, നമ്മളെ ഒരു സൂര്യനേ ഉള്ളൂ. പക്ഷെ ഈ സൂര്യൻ
പല നദികളിൽ, പല ജലാശയത്തിൽ അതിന്റെ പ്രതിബിംബം ഒരേ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ, കാണുന്നവർക്ക് ധാരാളം സൂര്യന്മാരുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മം എന്ന സത്ത് ഒന്നേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്നും പ്രതിബിംബിച്ചുണ്ടായിരിക്കുന്ന ഈ ചരാചരങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന തത്വം അല്ലെങ്കിൽ ആ എനർജി എന്താണ്? ആ പരമാത്മാവിന്റെ എനർജി തന്നെ ആണ്. അതുകൊണ്ടാണ് ഇതിൽ പരമാത്മാവും ജീവാത്മാവും ഒന്നു തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത്? മായ എന്ന ആ ബോധം അവിടെ നിൽക്കുന്നത് കൊണ്ട് ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഭക്തി കൊണ്ടും നിഷ്കാമമായ പ്രാർത്ഥന കൊണ്ടും ഈശ്വര സാക്ഷാത്കാരം കൊണ്ടും ഈ മായയെ നമുക്ക് നമ്മളിന്റെ മുന്നിൽ നിന്നും മാറ്റാൻ കഴിയും. മായയ്ക്ക് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ്, ഇന്നലെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്, ചലനാത്മകമായ എനർജിയാണ് മായ. ആ മായ എപ്പോഴും പരമാത്മാവിന്റെ കൂടെയാണ്. പാർവതി ദേവിയും പരമേശ്വരനും അതിനൊരു റോൾ മോഡലാണ്. അതാണ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും കാണുന്നത്. ഞങ്ങളുടെ ഇവിടെ അടുത്ത നാൾ ഞാൻ പറഞ്ഞ ക്ഷേത്രമുണ്ട്, മലയാളപ്പുഴ എന്ന് പറഞ്ഞ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ വലിയൊരു ചിത്രമുണ്ട്. പരമശിവൻ കമന്ന് കിടക്കുന്നു, അതിന്റെ മുകളിൽ ദേവി നിന്ന് നൃത്തമാടുന്നു. അപ്പൊ നമ്മുടെ മറ്റു ജാതിക്കാർ ചോദിക്കും, നിങ്ങളുടെ ഒക്കെ ഭർത്താക്കന്മാരുടെ മുകളിൽ നൃത്തമാടുന്ന ദൈവങ്ങളാണോ നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചാൽ അറിവില്ലാത്തത് കൊണ്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മാറ്റമില്ലാത്ത സ്വരൂപത്തിന്റെ മുകളിൽ മാറ്റമുള്ള പ്രകൃതിയുടെ താണ്ഡവ നൃത്തം, അതാണ് അതിൻ്റെ അർത്ഥം. പരമമായ ആ പുരുഷൻ ഒരിക്കലും മാറ്റമില്ല. പ്രകൃതി താണ്ഡവം ആടിക്കൊണ്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നു. അതാണ് അതിനകത്തിലെ തത്വം. അപ്പം ആ മാറ്റമില്ലാത്ത ശക്തിയെ എപ്പോഴും അടുക്കൽ ഒട്ടിയിരിക്കുന്ന ആളാണ് ആര്? മായ. അപ്പോൾ എപ്പോഴും നമ്മൾ നാമം ജപിച്ചുകൊണ്ട് ആ പരമാത്മാവിനെ ധ്യാനിച്ച് ആ വിളി കേട്ട് 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 ഭഗവാൻ വിചാരിക്കും, ഇവനെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കണം. അല്ലയോ മായ, നീ കുറച്ചങ്ങോട്ടൊന്ന് മാറിയിരിക്കെ, എൻ്റെ ഭക്തൻ ഇവിടോട്ടൊന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മായയെ അങ്ങോട്ടൊന്ന് മാറ്റിക്കൊടുക്കും നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പം ആ മായയിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മൾക്ക് വേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ. രണ്ടല്ല, 2-3 ഇച്ഛാശക്തി, അതുപോലെ നിഷ്കാമമായ ഭക്തി കൊണ്ടുള്ള നാമജപം, അതിലൂടെ സ്വാത്വികമായ ജീവിത ശൈലി. അല്ലാതെ നമുക്കൊരിക്കലും അവിടെ ചെന്നെത്താൻ കഴിയില്ല. അങ്ങനെ ആ മഹാമായയെ മുറിച്ച് നമുക്ക് അവിടെ എത്താൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടല്ല, വെറുതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചുകൊണ്ടൊന്നും നമുക്ക് മോക്ഷം കിട്ടില്ല ഭഗവാൻ. പക്ഷെ ഭഗവാൻ ഭക്തന്റെ കൂടെയാണ്. ഇപ്പൊ നമ്മൾ ഇതിനകത്തിലെല്ലാം കാണും, ഓരോ തരത്തിൽ വിരുദ്ധമായ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് അതാതിന്റെ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തർക്കും ഏത് രീതിയിലാണ് എൻ്റെ കടാക്ഷം കൊടുക്കേണ്ടത് എന്ന് ഖഡ്വാങ്കന്റെ കഥ ഇന്ന് പറഞ്ഞു. 3.25 നാഴിക കൊണ്ട് ആ ഖഡ്വാങ്കന് മോക്ഷത്തെ പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 3.25 നാഴിക പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, അദ്ദേഹം മുൻ ജന്മങ്ങളിലെ ചെയ്ത സുഹൃതത്തിന്റെ അത് ഉള്ളത് കൊണ്ട് അതിന്റെ ബാക്കിയാണ് ഈ 3.25. അപ്പൊ നമ്മളിപ്പോ എല്ലാ അവസാനം ചെയ്തിട്ട് നാരായണ എന്ന് ജപിക്കാൻ ഒരാത്രി കൂലിക്കിരുത്തി വരെ ജപിക്കുന്നവരുണ്ട്. അവൻ മൂത്രം കഴിക്കാൻ പോകുമ്പോഴാണ് ജീവൻ പോകുന്നത്. നാരായണ കേൾക്കാൻ യോഗം ഉണ്ടാകില്ല. സോ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ രക്തത്തിൽ കൂടി നാരായണ എന്നുള്ള മന്ത്രം എപ്പോഴും ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ മരണസമയത്ത് അയ്യോ ഓടി വായോ എന്ന് പറയുന്നതിന് പകരം അജാമളൻ വിളിച്ചതുപോലെ നാരായണ എന്ന് വിളിക്കാനുള്ള ആ ഒരു പ്രചോദനം നമ്മുടെ ബ്ലഡിൽ നിന്നും നമ്മുടെ നാക്കിലേക്ക് വരും. അപ്പോൾ ഭഗവാൻ നമ്മളെ ആ പദങ്ങളിൽ എത്തിക്കും. അതിനുള്ള അതിനുള്ള സാഹചര്യം ഭക്തിയിലൂടെ എടുക്കണം. 24 തത്വങ്ങള് മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. വിസ്തരിച്ച് പറയണമെന്ന് വിചാരിച്ച സമയം കുറച്ചുള്ളതുകൊണ്ട് ഞാൻ എളുപ്പം പറഞ്ഞു വിട്ടതാണ്. അപ്പം പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. 25ാമത്തെ തത്വം തുരീയം അല്ലെങ്കിൽ മോക്ഷം. ഇതാണ് സാഖ്യത്തിലെ
ജ്ഞാന യോഗികൾക്ക് കർമ്മബന്ധത്തിൽ നിന്നും അതിന് ഏറ്റവും നമുക്ക് വേണ്ടുന്നത് ജ്ഞാനമാണ്. എവിടെ നിന്നും അതിന് ഗുരുവിനെ കണ്ടെത്തണം. നമുക്ക് ജ്ഞാനം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ അടുക്കലേക്ക് ഒരു ഗുരുവിനെ വിടും, അല്ലെങ്കിൽ നമ്മളെ ഒരു ഗുരുവിന്റെ അടുക്കൽ എത്തിക്കും. അതിനുള്ള ഇച്ഛാശക്തിയും അഭിവാഞ്ചയും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും വേണ്ട. ആ ഈശ്വരൻ നമ്മളെ ഇങ്ങോട്ട് വിട്ട നമ്മളിൽ കുടികൊള്ളുന്ന ആ അന്തരാമിയായ ഈശ്വരന് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നതിന് മുമ്പേ അറിയാം, ഇവർ ഇന്നത് ചിന്തിക്കുന്നുണ്ട്, ഇവർക്ക് ഇതാണ് ആവശ്യം, എനിക്കത് സാധിച്ചു കൊടുക്കണം എന്നുള്ള ആ ഹൃദയത്തിലിരിക്കുന്ന അന്തരാമയായ പ്രാണനായ ബോധത്തിനറിയാം. ആ ബോധം നമ്മളെ അവിടെ എത്തിക്കും. അതിന് നമ്മൾ നിഷ്കാമമായി ഇച്ഛാശക്തിയോടെ ക്രിയാശക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ ജ്ഞാനശക്തിക്ക് ഗുരു നമ്മുടെ ഉള്ളിലേക്ക് അടുക്കലേക്ക് വരും. അത് ഉറപ്പാണ്. അതാണ് ആ ഒരു ഗുരുവായിട്ട് ഞാനിപ്പോ ഇതിനെ കണക്കാക്കുന്നു. SPYSS എന്ന ഈ പ്രസ്ഥാനം എല്ലാവർക്കും ജ്ഞാനം തകരുന്ന ഒരു സ്റ്റേജായിട്ട് മാറിയിരിക്കുന്നു. അത് നീണാൾ ഈ യോഗ മാത്രമല്ലാതെ ഇതുപോലെയുള്ള ആധ്യാത്മിക ജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് വിവേകമുണ്ടാകുകയും കുറെ കൂടി സാത്വികമായി ജീവിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് എന്ന് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും ഗുരു വന്ദനവും ഉണ്ടാവട്ടെ. എല്ലാം നല്ല സന്തോഷത്തെ പരമാനന്ദാമൃതം ആവോളം ആസ്വദിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന ആൾക്കാർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരിയോ. ഹരിയോം. ലാലിയക്ക അൺമ്യൂട്ട് ചെയ്യണം നമുക്ക്. ഹരിയോം രാജമ്മക്ക. വളരെ നല്ലൊരു തത്വങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നന്ദി. ഗോപണ്ണ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹരിഹമക്ക സമയമായെന്ന് തോന്നുന്നു. ഇനി 2 മിനിറ്റ് നമ്മുടെ രാമായണത്തിന്. ഏതായാലും മായ മാത്രമല്ല, ഇവിടെ ഒരു മറുമായം നടന്നു. ഞാൻ വിചാരിച്ചു 10 മിനിറ്റ് എനിക്കെന്ത് സംസാരിക്കാൻ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും ഇനി എന്താണ് പറയേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാലിയക്ക പറഞ്ഞത് ഇനി 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു സംസാരിക്കുള്ളൂ. അപ്പൊ ഏതായാലും നല്ലതാണ് മായ. അറിയോ. അപ്പൊ ഇന്നത്തെ അദ്വൈതാമൃതം ഇവിടെ സമാപിക്കുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെ പറ്റി നല്ല ഒരു അറിവ് പറഞ്ഞു തന്ന ഓമനക്കുട്ടിയക്കും അദ്വൈത തത്വങ്ങളെ പറ്റി നമ്മളോട് സംസാരിച്ച രാജമ്മക്കും ആത്മോപദേശ ശതകങ്ങൾ ചൊല്ലിയ പങ്കിജാക്ഷണൻ, ഓമന അക്ക, രാജലക്ഷ്മി അക്ക, എല്ലാവർക്കും, അതുപോലെ ഇന്ന് ഈ വേളയിൽ പങ്കെടുത്ത എല്ലാ യോഗബന്ധുക്കൾക്കും എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ എനിക്കിവിടെ നിന്ന് ഈ അവസരം തന്ന ഒരുപക്ഷെ എല്ലാം എന്ത് കാര്യത്തിനും തിങ്ക് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുകയല്ല, പ്രവർത്തിക്കുന്ന ഗോവർണനോട് എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇതുകൂടാതെ ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഒരു വാക്കുപോലും പറയാതെ ചെയ്യുന്ന സുനൈനാക്കിക്ക് എൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി.